ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കോടതി നേരത്തെ അനുവദിച്ച 6 ആഴ്ച സമയം കഴിഞ്ഞുപോയതിനാൽ നടപടികൾ പൂർത്തീകരിക്കാൻ SIT കൂടുതൽ സമയം ആവശ്യപ്പെടും. ഇതിനിടെ കേസിലെ ക്രൈംബ്രാഞ്ച് FIR പകർപ്പുകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയും ഇന്ന് ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലെത്തും. പ്രദീപ് ജോസഫ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. മാതൃഭൂമി ന്യൂസാണ് ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നതും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായി ഈ പ്രേക്ഷകരിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിച്ചതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. പൊതുജനം കാത്തിരിക്കുന്ന ദിവസം. SIT റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഒപ്പം EDയുടെയും വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് മോദി. വിശ്വാസി സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒക്കെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിനെ സംബന്ധിച്ച് ഇന്ന് അങ്ങേയറ്റം നിർണായകമായ ഒരു ദിവസമാണ് എന്ന് പറയാം. നേരത്തെ 6 ആഴ്ച സമയമാണ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചിരുന്നത്. എന്നാൽ ഇതിനുള്ളിൽ അന്വേഷണം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിദേശത്ത് ഉൾപ്പെടെ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. മാത്രമല്ല, കേസ് എത്രമാത്രം വിശാലമാണ്, ഏതൊക്കെ തലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, ആരിലേക്കൊക്കെ പോകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കും. ഇതേവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുമ്പൊക്കെ പ്രത്യേക അന്വേഷണ സംഘം കൈമാറും. തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ചോദിക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുക എന്നാണ് സൂചന. സ്വാഭാവികമായും ഈ വിഷയത്തിന്റെ ഒരു വിശാലത പരിഗണിച്ച്, മാത്രവുമല്ല ഇതേവരെ നടന്ന അന്വേഷണത്തിന്റെ പുരോഗതിയും അറസ്റ്റുകളും മറ്റുള്ളവരെ ചോദ്യം ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ കേസിന്റെ വിശാല അർത്ഥത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണം എന്നതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി കൂടുതൽ സമയം നീട്ടിക്കൊടുത്തേക്കും. അത് എത്ര സമയം എന്നുള്ളത് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായെങ്കിൽ മാത്രമേ അറിവാവുകയുള്ളൂ. എന്തായിരുന്നാലും അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ സമയം ചോദിക്കും. കാരണം ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചതിന് ശേഷം കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റി നടത്തിയ വിദേശ യാത്രകൾ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. പാസ്പോർട്ടുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാസ്പോർട്ടുകൾ സംബന്ധിച്ചുള്ള, അതായത് വിദേശ യാത്ര സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. കാരണം മാത്രവുമല്ല, ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണം. ഇനിയും പ്രതിപട്ടികയിൽ ആകാൻ ഇടയിലുള്ളവരുടെ വിദേശയാത്രകൾ, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വിശാലമായ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചില ആളുകൾ നിലവിൽ മുൻകൂർ ജാമ്യത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നു. മറ്റു ചിലർ ഇനിയും പ്രതിപട്ടികയിലാകാനുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കും. തുടർന്നാവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടാവുക. അതേസമയം നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ FIR-ന്റെ ചുവട് പിടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതിൽ അന്വേഷണം നടത്താൻ സാധിക്കും. പക്ഷേ അതിന് FIR-ന്റെ പകർപ്പ് ഔദ്യോഗികമായി ലഭ്യമാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനമായിരിക്കും. കാരണം വലിയ സാമ്പത്തിക ഇടപാടുകളാണ്, സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇതിനോടകം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏതാണ്ട് ബോധ്യമായ സാഹചര്യത്തിലാണ് EDയും ഈ കേസിലേക്ക് ശ്രദ്ധ തിരിച്ചത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ, ഒപ്പം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വെച്ച് പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ഇതിന് ചുവട് പിടിച്ചാണ് EDയും ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘത്തിന് FIR നൽകുന്നത് സംബന്ധിച്ചും ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഈ FIR നൽകുന്നത് സംബന്ധിച്ച തീരുമാനത്തെ തുടർന്ന് ED ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രദീപ്, നിലവിലൊരു പ്രാഥമികമായ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി വിശദമായ അന്വേഷണം നടത്തണമെങ്കിൽ FIR-ന്റെ പകർപ്പ് ലഭിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പകർപ്പ് തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതും. ഈ FIR-ന്റെ പകർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ED കൂടുതൽ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് കടക്കും. കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിക്കും. മാത്രമല്ല, അന്വേഷണം നടക്കുന്ന മറ്റൊരു കേസിലാണെങ്കിൽ സാധാരണഗതിയിൽ EDയുടെ അന്വേഷണ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ അതേ മാനദണ്ഡങ്ങളിലൂടെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസിലേക്കും EDക്ക് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളുടെ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധമുണ്ട് എന്ന് ED സംശയിക്കുന്ന ആളുകളുടെ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കൂടുതൽ പരിശോധനകൾ, അവരുടെ വിദേശ യാത്രകൾ, ബന്ധുക്കളുടെ അക്കൗണ്ടുകൾ, അവരുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം കൊണ്ടുപോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയും. ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഈ കേസിന്റെ ഇതേവരെയുള്ള അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ചിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി മാറി വളരെ വിപുലമായ തരത്തിലുള്ള അന്വേഷണമാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ചും
ഈ സ്വർണ്ണക്കൊള്ള നടന്ന കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആളുകളുടെ അക്കൗണ്ടുകൾ, പണം ഇടപാടുകൾ, ഏതൊക്കെ അക്കൗണ്ടുകൾ തമ്മിലാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളത്, ഒപ്പം വിദേശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തേക്കാൾ കൂടുതൽ ഒരു അധികാര പരിധിയുള്ള വിശാലമായ ഏജൻസി എന്നുള്ള അർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് FIR-ന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിക്കുന്നത്.